നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം കേട്ടോ. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ശത്രുവായിട്ട് വരുന്നത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഒരു ശത്രുവായിട്ട് വരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് റീഡിംഗ് കാണാം. ഏസ് ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ്, ടു ഓഫ് കപ്സ്, ദ എംബറർ, നൈറ്റ് ഓഫ് വാൺസ്, Queen of Cups, King of Pentacles reverse, Seven of Pentacles reverse, Ace of Wands reverse, King of Swords, King of Wands, Two of Pentacles. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. സോൾമേറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷനാണിത്. രണ്ടുപേരും ഈക്വൽ ആയിട്ട് പരസ്പരം അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നവരാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ കാണുമ്പോഴേ മറ്റുള്ളവർക്ക്, അതായത് ഒരു അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ. രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും, രണ്ടുപേരും പരസ്പരം അതുപോലെ കെയർ ചെയ്യും, അതുപോലെ രണ്ടുപേരും ഈക്വലായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ട്. അതുപോലെ അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങളുടെ ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള, അതായത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയും കാണിക്കുന്നത് ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ഒരു കാര്യമാണ്. അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വേസ് ആയാലും നിങ്ങൾ അത്രയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷനായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഇവിടെ കാണിക്കുന്നത് കിങ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട്. മറ്റൊരു പേഴ്സൻ്റെ ഒരു അവരുടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് കടന്നു വരവ്, അത് നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഇവിടെ ഒരു വാൺസ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇവരൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും അവർ ഈ
തേർഡ് പേഴ്സണോട് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ പറഞ്ഞത്, അതായത് നിങ്ങൾ ചിലപ്പോൾ ഇയാളെ നല്ല ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ അതെന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ ആ ഒരു കാര്യം നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ പെരുമാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ലേഡി ആവാം അല്ലെങ്കിൽ ജെൻസ് ആവാം, ഏതും ആവാട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് കളിക്കുന്ന ഒരു പേഴ്സൺ, അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോർമലി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവർ നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണാണ്, നിങ്ങളുടെ ഈ റിലേഷനെ ഇടയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു സപ്പോർട്ടീവായിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ ഈ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയുമ്പോൾ അവർ കരുതുന്നത് നിങ്ങൾ അങ്ങനെ പറയോ എന്നൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അവർ അങ്ങനെ കരുതും. പക്ഷേ പിന്നീട് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവർ മാറിയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷന് ഇടയ്ക്കൊരു ഇഷ്യൂസ് ക്രിയേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അത്രയും ആഴത്തിലുള്ളതാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവും. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവരായിട്ട് തന്നെ അത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്നില്ല, പഴയ പോലെയുള്ള സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പേഴ്സണോടായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരോട് പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണോട് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ, കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഈ പേഴ്സൺ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ മുൻപ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുത്തിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാം. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങളെക്കാൾ മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സണെ സർപ്രൈസ് ചെയ്യിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ റിലേഷന് ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളെ സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഇടയിലുള്ള ഈ പേഴ്സൺ നിങ്ങൾക്ക് എതിരായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം ഇവിടെ കാണിക്കുന്നത് ഏസ് ഓഫ് വാൺസ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രോബ്ലംസ് ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വിപരീതമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ഇവിടെ എംപറർ കാർഡ് കാണിക്കുന്നുണ്ട്. ഈ ഒരു എംപറർ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ലവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു ഇഷ്യൂസാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്കാണ് ഇഷ്ടമില്ലാത്തത് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, ബ്രദർ. അങ്ങനെ നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഡൊമിനൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളിൽ ഒരു കൺട്രോളുള്ള, നിങ്ങളിൽ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പേഴ്സൻ്റെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ്, അവരുടെ ഒരു ഇഷ്ടക്കേട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിലും ഉണ്ടായിരിക്കാം കേട്ടോ. അവരുടെ ഫാദർ അല്ലെങ്കിൽ മദർ, അവരുടെ സിസ്റ്റർ, ബ്രദർ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് അതായത് ഇവരുടെ പാരൻസിൻ്റെ ഫാമിലിയുടെ ഇഷ്യൂസ് കാരണമായിരിക്കാം കൂടുതൽ. അപ്പോൾ അവരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് നിങ്ങളെ സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഡൊമിനൻ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ പേഴ്സണിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന, ഫാമിലിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു എന്താ പറയുക, ഒരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ
ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഈ റിലേഷൻ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഒരു ലോസിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ഈ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്ന റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഏസ് ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു ഏസ് ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അവരിൽ നിന്നൊരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ നിങ്ങൾക്ക് എൻഡായി എന്ന് കരുതുന്നിടത്ത് നിന്ന് അതിനൊരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എൻഡ് ആവാൻ സമയമായി. ഓക്കെ, അൺസ്പോക്കൺ എന്നാണ് പറയുന്നത്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള, അതായത് അവരെ കൺഫ്യൂസ് ചെയ്യിച്ച കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ അവരിപ്പോഴും നിങ്ങളോട് തുറന്നു പറയാതെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു റിലേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പേഴ്സണെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു കാര്യം എന്നാണ് കാണിക്കുന്നത്. ഇൻസെക്യൂർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഇൻസെക്യൂർ ഫീലിങ്സിലാണ് നിൽക്കുന്നത്. ഈ റിലേഷനിലോട്ട് തിരിച്ചു വരുന്നതിന് അവർക്കൊരു ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈൻഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് അവർ തിരിച്ചു വരും. ഇപ്പോഴവർ അവരുടേതായ കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്ന് കാണിക്കുന്നുണ്ട്. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. കാരണം അവർ ഈ കാര്യങ്ങളൊന്ന്, അതായത് എന്താണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പേഴ്സൺ ഇവരെ പല കാര്യങ്ങളും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് റിയലൈസ് ചെയ്ത് എടുക്കണം. എന്താണ് ശരിക്കും ഉണ്ടായിട്ടുള്ള സംഭവം എന്നുള്ളത് അവർ മനസ്സിലാക്കി എടുക്കുന്ന സമയമാണ്. നിങ്ങളോട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നുള്ളതാണ്. ഇവിടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. ഫോർഗീവ്നെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് ക്ഷമ കാണിക്കണം. ലിസ്റ്റൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ റിലേഷനിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ശത്രു ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്ന വ്യക്തി ആരാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. മെയ്, ഡിസംബർ, ഫെബ്രുവരി, ജനുവരി, ജൂലൈ 1997, ലെറ്റർ ഒ, ലെറ്റർ എച്ച്, ലെറ്റർ പി 1986, ഏപ്രിൽ, ആയില്യം, തൃക്കേട്ട, ചതയം, മൂലം, ഭരണി, തിരുവോണം, ഉത്രട്ടാതി 1996, വിശാഖം, ഉത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.